ജീവിതത്തിൽ നമ്മൾ പല പ്രതിസന്ധികളും നേരിടാറുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ പ്രതിസന്ധികൾ ആവശ്യമാണ്. നമ്മളത് അതിജീവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കുണ്ടാകുന്ന ഒരു മാറ്റം അത് പറഞ്ഞാൽ മനസ്സിലാകില്ല ആർക്കും. പലപ്പോഴും അത് വളരെയധികം നമ്മൾക്ക് സിമ്പിളായിട്ട് പിന്നീട് തോന്നും. എന്നാൽ പോലും നമ്മൾക്ക് ചില സാഹചര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും എന്തോ നമ്മൾക്കത് മുന്നേറാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ എവിടെയോ സ്റ്റക്കായ പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ എത്ര നേരിട്ട് നോക്കിയിട്ടും എന്നെക്കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേപോലെ നമ്മൾക്ക് തോന്നുന്ന പല പ്രതിസന്ധികളും നമ്മളുടെ മുമ്പിൽ വരാറുണ്ട്. എത്ര എഫേർട്ട് ഇട്ടാലും അതിൽ നിന്നും പുറത്തേക്ക് മാറാനോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു അടി മുന്നോട്ട് നമുക്ക് മാറാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ. ഇതിനെ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു കാര്യം നമ്മൾക്ക് എപ്പോഴും പറ്റാറുണ്ട്. അതായത് നമ്മളുടെ മെൻ്റൽ ക്ലാരിറ്റി നഷ്ടപ്പെടാറുണ്ട്. നമ്മൾക്ക് അത് ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾക്ക് തോന്നാറുണ്ട്. നമ്മൾക്ക് ആ പ്രശ്നത്തിനോട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് നമ്മൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി നല്ല രീതിയിൽ അതിനെക്കുറിച്ച് കുറയും. എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു വ്യക്തത ഉണ്ടാവില്ല. ഒരു ബോധ്യമില്ല നമ്മൾക്കിനി മുന്നോട്ട് എന്ത് ചുവട് വെക്കണം എന്നുള്ളത്. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. സോ നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണ്? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രോബ്ലം. നമ്മൾക്ക് വേണ്ടത് ഒരു ഓവറോൾ പിക്ചറിനോടുള്ള ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഇതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. പക്ഷേ നമ്മൾ ഇതേപോലത്തെ പ്രശ്നങ്ങൾ മുന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഹ്യൂമൻ ടെൻഡൻസി പ്രകാരം നമ്മൾ നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രതിസന്ധിയോടുള്ള നമ്മളുടെ അപ്രോച്ച് ടോട്ടലി മാറണം. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ബിൽഡ് ചെയ്യണം. അതിന് ബെസ്റ്റായിട്ടുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണ് ബോധുവ ടെക്നിക്. ഒരു ഫ്രഞ്ച് സൈക്കോതെറാപ്പിസ്റ്റാണ് പ്രൊഫസർ ചാൾസ് ബോധുവ. അതിൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷനാണ് ബോധുവ. ഈ ടെക്നീക്കിന് നമുക്ക് എളുപ്പം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ദ ബുദോയിങ് ടെക്നിക് എന്ന് നമുക്ക് പറയാം. ഈ ടെക്നിക്കിൻ്റെ പുറകിൽ ഒരു പെക്യൂലിയർ സ്റ്റോറി ഉണ്ട്. പ്രൊഫസർ ചാൾസ് ബോധുവനെ കാണാൻ വേണ്ടി ഒരു ലോസ് ആഞ്ചലസിൽ നിന്നും ഒരു ലേഡി വരുന്നുണ്ട്. ഈ സ്ത്രീ ചാൾസ് ബോധുവനോട് പറയുന്നത് ഇതാണ്: എനിക്ക് ഒരു പ്രോബ്ലത്തിന് ഒരു പരിഹാരം വേണം. പുള്ളിക്കാരത്തി എല്ലാ പ്രോബ്ലംസ് പറഞ്ഞു കൊടുത്തു. ഇന്നതുപോലെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അതായത് എൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡിൽ നിന്നും എനിക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടി, എനിക്ക് അതിപ്പോൾ ഒരു കേസിൽ പെട്ടുകിടക്കുകയാണ്. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു അഫെയറിൽ നിന്നും കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ഫാമിലി എനിക്ക് കിട്ടേണ്ട, എനിക്ക് അർഹമായ എസ്റ്റേറ്റിന് വേണ്ടി അവർ കേസ് ഫയൽ ചെയ്തിരിക്കുവാണ്. ഈ കേസ് മുന്നോട്ട് പോകുന്തോറും എനിക്ക് ഒട്ടും മെൻ്റൽ ക്ലാരിറ്റി ഇല്ല. എനിക്ക് ഇത് ലൂസ് ചെയ്യും എന്നുള്ളൊരു തോന്നലാണ്. ഇതിൽ നിന്നും എനിക്കൊരു മോചനം വേണം. എനിക്ക് ഇത് വിൻ ചെയ്യണം. ഒരു സെറ്റിൽമെൻറ്റ് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. എന്താ ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല. എനിക്ക് ഹെൽപ്പ് വേണം. സോ പ്രൊഫസർ ചാൾസ് ബോധുവ പറയുന്നത് ഇതാണ്: ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഈ പ്രശ്നത്തിനോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത്. ഈ സ്ത്രീ ഈ ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്തു. ഏകദേശം 10 ദിവസം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീക്ക് ലൈഫിൽ ഉണ്ടായ മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവോ? ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ ടെക്നിക്ക് ഞാൻ പറയുന്നത്. പോസിറ്റീവ് തന്നെ വന്ന് ഭവിച്ചു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, സെറ്റിൽമെൻറ്റ് എത്തിയപ്പോഴത്തേക്കും ഈ സ്ത്രീ ഉദ്ദേശിച്ച പോലെ തന്നെയുള്ള ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു. സോ ഇതൊരു ഫിസിക്കൽ എവിഡൻസ് ആണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഏത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, ഫിസിക്കലാകാം, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആകാം, ഇമോഷണൽ പ്രോബ്ലംസ് ആകാം, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഏത് പ്രോബ്ലംസ് വേണമെങ്കിലും എടുത്തോളൂ. നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഇതുപോലെ സോൾവ് ചെയ്യാൻ പറ്റും. ബുദോയിൻ ടെക്നീക്കിൽ
നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സിനെ നമ്മൾക്ക് ഒരു പുതിയൊരു ക്ലാരിറ്റി ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലാരിറ്റി ബിൽഡ് ചെയ്യുന്തോറും നമ്മൾക്ക് നമ്മളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും അതിൻ്റെ ഔട്ട്കം. നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ഫേസ് ചെയ്യുവാണെങ്കിലും അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനാണ് സ്വാഭാവികമായിട്ടും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ സ്റ്റെപ്സ്. ഈ ടെക്നീക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അഥവാ ബദോയിൻ ടെക്നീക്ക് അല്ലെങ്കിൽ ബോധുവ ടെക്നീക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ടോപ്പിക്ക് ഇൻസെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻസെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഉപബോധ മനസ്സിനെ ഗർഭം ധരിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഇതിനെന്താണ് നമ്മൾ ചെയ്യുക? വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. നമ്മൾക്ക് ഏറ്റവും ആദ്യം നമ്മൾക്ക് ആവശ്യം ഒരു വിഷ്വലൈസേഷന് വേണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് വരുത്തണം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ചെറിയൊരു തുറവിയാണ്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമ്മളുടെ പ്രോബ്ലത്തിന് നമ്മൾക്ക് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരിക, ഒരു തീരുമാനം കൊണ്ടുവരിക. എനിക്ക് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വേണം, അത് ഇങ്ങനത്തെ സൊല്യൂഷൻ വേണം എന്ന് നമ്മൾ പറയരുത്. എനിക്ക് ഒരു സൊല്യൂഷൻ വേണം. അതാണ് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ എന്ന് പറയുമ്പോൾ അതിന് പോസിബിലിറ്റീസ് വരും. അതിന് ഒരു നാരോ ഫോമാണ് ബേസിക്കലി വരുന്നത്. നമ്മൾക്ക് വേണ്ടത് വൈഡർ ഓപ്ഷൻസ് ആണ്. സോ മൈൻഡിന് വിട്ടുകൊടുക്കുക, സബ് കോൺഷ്യസ് മൈൻഡിനും അതുപോലെ തന്നെ യൂണിവേഴ്സിനും അത് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് തന്നെ ഒരു സൊല്യൂഷൻ തീരുമാനിച്ചു തരട്ടെ. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിൽഡ് എ റെസൊല്യൂഷൻ, ഒരു തീരുമാനം, എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രീഫ് ഫ്രേസ് അബൌട്ട് ദ സൊല്യൂഷൻ. ഈ സൊല്യൂഷന് വേണ്ട ഒരു ബ്രീഫ് ഫ്രേസ്, ഒരു ബ്രീഫ് ചെറിയ പദം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞിരിക്കുന്നു, ഞാനിത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഐ ആം ഓൾറെഡി ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ്, ദിസ് ഈസ് ഡൺ. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾക്ക് ബോധുവ ടെക്നീക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ തന്നെ യൂസ് ചെയ്യാം. ആ സെയിം ഫ്രേസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഇറ്റ് എന്ന പദം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അതൊരു ചെറിയൊരു വാക്കാണ്, പക്ഷേ അതിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ പ്രശ്നം, അതിലുൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതിലുൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഇമോഷൻസ്, എല്ലാ മെൻ്റൽ സ്റ്റേറ്റ്സ്, ആ ഫെസിലിറ്റീസ് എല്ലാം അതിലേക്ക് ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് കഴിഞ്ഞിരിക്കുന്നു. ഇൻ ഡിവൈൻ ഓർഡർ, നമ്മളുടെ ഹയർ പവർ, യൂണിവേഴ്സ്, ദൈവം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ആ ഹയർ പവറിൻ്റെ ഇച്ഛ പോലെ അത് കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാക്കാണ് ഇറ്റ്, പക്ഷേ എല്ലാ അർത്ഥത്തിലും അത് വളരെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ആ ഒരു വലിയൊരു പ്രോബ്ലം അതിനൊരു ചെറിയ ഒരു കാര്യമാക്കി മാറ്റി. ഇതാണ് നമ്മളുടെ ലൈഫിൽ വരേണ്ട സെയിം ആയിട്ടുള്ള ചേഞ്ച്. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രീഫ് ഫ്രേസ്, ഒരു ചെറിയ സെൻറ്റൻസ്, ഒരു അഫർമേഷൻ, ഒരു ഇൻകാന്റേഷൻ എന്നൊക്കെ നമ്മൾക്ക് പറയാം. അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംഫർട്ടബിൾ പൊസിഷൻ കണ്ടുപിടിച്ച് നമ്മൾ ഒരു ഡ്രൗസി സ്റ്റേറ്റിലേക്ക് പോകേണ്ടതാണ്. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല. ഡ്രൗസി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെമി സ്ലീപ്പ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു സെമി സ്ലീപ്പ് സ്റ്റേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കോൺഷ്യസ് മൈൻഡോടുകൂടി നമ്മൾ ഈ എക്സസൈസ് ചെയ്യരുത്. സെമി സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രിഗർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് സാധാരണ സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ഡ്രൗസി സ്റ്റേറ്റിൽ അഥവാ സെമി സ്ലീപ്പ് സ്റ്റേറ്റിൽ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളുടെ ഭാഗത്ത് നിന്നും ഒട്ടും ഫോഴ്സ് ഇല്ലാണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം.
അതിനു വേണ്ടിയിട്ടാണ് ഒരു സെമി സ്ലീപ്പ് സ്റ്റേറ്റിൽ നമ്മളിത് ചെയ്യണം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഒരു അഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ഒരു താരാട്ട് പാട്ട് എന്ന പോലെ, ഒരു ലല്ലബൈ എന്ന പോലെ നമ്മളിത് പറയാൻ സാധിക്കണം. എത്ര നേരം ഇത് നമ്മൾ സംസാരിക്കണം അല്ലെങ്കിൽ നമ്മൾ പറയണം? നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന സമയം വരെ ഇത് നമ്മൾ ഉള്ളിൽ പറയുക. ഒട്ടും ഫോഴ്സ് ഇല്ലാണ്ട് പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് തോന്നണം. നമ്മൾക്ക് തോന്നാണ്ടിരുന്നാലും ഒരു കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം അത് ഉള്ളിലേക്ക് കയറി ഇമ്പത്തോടെ അത് ഉള്ളിലേക്ക് ചെന്നു എന്നുള്ളതാണ്. ആറാമത്തെ സ്റ്റെപ്പ്, ഈ ഒരു എക്സസൈസ് എത്ര നാൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം? ചാൾസ് ബോഡുവയുടെ ടെക്നീക്ക് പറഞ്ഞതുപോലെ 10 ദിവസമാണ് ലോസ് ആഞ്ചൽസിൽ നിന്നും വന്ന ആ സ്ത്രീ ചെയ്തത്. നിങ്ങളുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ 1 ദിവസം ചെയ്താൽ മതിയാകും, 5 ദിവസം ചെയ്താൽ മതിയാകും, 10 ദിവസം ചെയ്യേണ്ടി വന്നായിരിക്കാം, ഇല്ലെങ്കിൽ 1 മാസം, ഓർ മേ ബി ഈവൻ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ. നിങ്ങളുടെ കറണ്ട് മെൻ്റൽ സ്റ്റേറ്റ് ആൻഡ് മെൻ്റൽ അബിലിറ്റി അനുസരിച്ചിരിക്കും നിങ്ങൾ അഫർമേഷൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ താങ്ക്ഫുൾനെസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ പ്രോസസ്സിനെ നിങ്ങൾ എത്രത്തോളം അത് നിങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ചിരിക്കും. സോ ഇതിന് ഒരു സ്പെസിഫിക് ടൈമിംഗ് ഇല്ല, ഇതിൻ്റെ റിസൾട്ടിനും ഒരു സ്പെസിഫിക് ടൈമിംഗ് ഇല്ല. ആകെ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് ഒരു മെൻ്റൽ ക്ലാരിറ്റിയാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാരിറ്റി, ഇറ്റ് വിൽ ബി റിയലി ഇമ്മൻസ്. സോ ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഡു ദ എക്സസൈസ്. ഇറ്റ് വിൽ ഗിവ് യു എ ബെറ്റർ റിസൾട്ട്, ഡെഫിനറ്റ്ലി ഫോർ ഷുവർ. സോ ഈ എക്സസൈസിലേക്ക് നമ്മൾ മുന്നോട്ട് കടക്കുമ്പോഴത്തേക്കും ആദ്യം വേണ്ടത് ഒരു ഓപ്പൺനെസ് ഓഫ് മൈൻഡ് ആണ് നമ്മൾക്ക് വേണ്ടത്. സോ നമ്മൾക്ക് ഇനി എക്സസൈസിലേക്ക് നമ്മൾക്ക് കടക്കാം. ഈ ടെക്നീക്ക് ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേറ്റതിന് ശേഷവും ചെയ്യാവുന്നതാണ്. വണ്ടി ഓടിക്കുകയോ അറ്റൻഷൻ ഫോക്കസ് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ ആക്ടിവിറ്റി ഇപ്പോൾ ചെയ്യരുത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക. മെല്ലെ ഇരിക്കുക. സിറ്റ് ഇൻ എ വെരി കംഫർട്ടബിൾ പൊസിഷൻ ആൻഡ് ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. മെല്ലെ കണ്ണുകൾ അടക്കുക. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവരിക. ബ്രിങ് ദ പ്രോബ്ലം ദാറ്റ് യു സീക്ക് എ സൊല്യൂഷൻ ടു യുവർ മൈൻഡ്. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നേ. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ഇപ്പോൾ ഇരിക്കുന്ന ഇടത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ശ്വാസത്തെ അറിഞ്ഞുകൊണ്ട് പതുക്കെ താങ്കൾ വിശ്രമത്തിലേക്ക് പോവുക. മെല്ലെ 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 വിശ്രമത്തിലേക്ക് പോവുക. റിലാക്സ് യുവർ സെൽഫ്, റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. ഉറക്കം വരുന്നത് പോലെ ഫീൽ ചെയ്യുക. ഉറക്കം വരുന്നത് പോലെ തന്നെ അനുഭവിക്കുക. ഫീൽ ദ റിലാക്സേഷൻ ഹാപ്പനിങ് ഇൻ യുവർ ബോഡി. ബോഡി റിലാക്സ് ആകുന്നത് മനസ്സിലാക്കുക. ഓരോ ഭാഗങ്ങളും, ബോഡിയുടെ ഓരോ ഭാഗവും റിലാക്സ്ഡായി വരുന്നത് കാണുക, മനസ്സിലാക്കുക. ഡ്രിഫ്റ്റ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ്. മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. Beautiful. Feel that your body and mind is getting peace. Feel that you are comfortable. സമാധാനം അനുഭവിക്കുക, ശാന്തി അനുഭവിക്കുക. തൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, your organs,
യുവർ മസിൽസ്, ദ നെർവ്സ്, കെട്ടുകൾ അഴിഞ്ഞ് റിലാക്സ്ഡ് ആവുന്നത് ഫീൽ ചെയ്യുക, അനുഭവിക്കുക. ബ്യൂട്ടിഫുൾ. മനസ്സിൽ നമ്മൾ കൊണ്ടുവന്ന ആ പ്രതിസന്ധി ഇപ്പോൾ നമ്മൾ പ്രപഞ്ച മനസ്സിന് വിട്ടുകൊടുക്കുവാൻ പോവുകയാണ്. വി ആർ അബൌട്ട് ടു ലീവ് ദ പ്രോബ്ലം ടു ദ യൂണിവേഴ്സ് ആൻഡ് സീക്ക് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. അത് ഈശ്വര നിശ്ചയത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധി ഇറ്റ് എന്ന വാക്കിലേക്ക് കുറക്കുമ്പോൾ ആ പ്രശ്നം ചെറുതാവുന്നത് പോലെ കാണുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വലിയ പ്രശ്നം ചെറുതാകുന്നതായി കാണുക. സീ ഇറ്റ് ബിക്കമിങ് വെരി സ്മോൾ ഇൻ നേച്ചർ. അത് ഈശ്വര നിശ്ചയത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. അത് പ്രപഞ്ച മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫീൽസ് ഹെൽത്തി ആൻഡ് ഹാപ്പി. എൻ്റെ മനസ്സും ശരീരവും സുഖം പ്രാപിക്കുന്നു. ഐ ഫീൽ ഇമ്മെൻസ് ജോയ്. ഐ ഫീൽ എ ലോട്ട് ബെറ്റർ ഹെൽത്തി. I am healthy and happy in my mind, body and spirit. It is finished in divine order. എനിക്ക് സമാധാനം തോന്നുന്നു. എനിക്ക് സന്തോഷം തോന്നുന്നു. I feel wonderful. I feel grateful. എൻ്റെ മനസ്സ് നന്ദി കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. I feel so relieved. എനിക്ക് അത്ര അധികം സമാധാനം അനുഭവിക്കുന്നു. എൻ്റെ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. എനിക്ക് എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ മൂല്യം കാണാൻ സാധിക്കുന്നു. ഐ ഫീൽ ഓൾ മൈ റിലേഷൻഷിപ്സ് ആർ ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഐ ഫീൽ സോ മച്ച് സാറ്റിസ്ഫൈഡ് ഇൻ മൈ റിലേഷൻഷിപ്സ്. I feel that abundance. I feel abundant health. I feel abundant wealth. I feel abundant in my relationships. ഇനി ഞാൻ 1 മുതൽ 10 വരെ എണ്ണുന്ന സമയത്ത് 10 എത്തുമ്പോഴേക്കും ബോധമനസ്സിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു. 1. ഐ ഫീൽ വെരി റിലാക്സ്ഡ്. വല്ലാത്തൊരാശ്വാസം. 2. വെരി കോൺഫിഡൻറ്റ്. ആത്മവിശ്വാസം അനുഭവിക്കുന്നു. 3. I feel healthy in my mind, body and spirit. ഒരു ഊർജം മനസ്സിലും ആത്മാവിലും ശരീരത്തിലും. 4. I feel so peaceful in my mind. എനിക്ക് മനസ്സിന് സന്തോഷം വരുന്നു. ശാന്തി അനുഭവിക്കുന്നു. 5. എൻ്റെ റിലേഷൻഷിപ്സ് എല്ലാം മെച്ചപ്പെട്ടു വരുന്നു. ഐ ഫീൽ വണ്ടർഫുൾ വിത്ത് മൈ റിലേഷൻഷിപ്സ്. 6. ഐ ഫീൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി. സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം സാധീകരിച്ചുകൊണ്ട്. 7. ഫീലിംഗ് ബ്ലെസ്ഡ്. അനുഗ്രഹീത അവസ്ഥയിലേക്ക്. 8. ഫീലിംഗ് ദ ലവ് ആൻഡ് കൈൻഡ്നെസ് ഓഫ് മൈ പീപ്പിൾ. ആ സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട്. 9. ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. കൃതജ്ഞത അറിഞ്ഞുകൊണ്ട്. 10. ഓപ്പണിംഗ് യുവർ ഐസ് വിത്ത് എ സ്മൈൽ. ഒരു ചെറിയ പുഞ്ചിരിയോടെ
മനസ്സിൽ നിന്നും വരുന്ന സന്തോഷം മൂലം വിടർത്തിക്കൊണ്ട് ഒരു ചെറിയ പുഞ്ചിരി മനസ്സിൽ വിടർന്നുകൊണ്ട് മെല്ലെ കണ്ണുകൾ തുറക്കുക. പുതിയ ജീവിതത്തിലേക്ക് കടക്കുക. ഫീൽ ദി അബണ്ടൻസ്, ഫീൽ ദ ബ്യൂട്ടിഫുൾ സൈറ്റ് ഓഫ് ദ വേൾഡ്. ബ്ലെസ്ഡ് ആയ ഫീലിങ്ങിൽ മെല്ലെ റിലാക്സ്ഡ് ആയിട്ട് സ്വയം മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് മെല്ലെ 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 ജീവിതത്തിലേക്ക്